ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. ഇന്ന് കേക്കൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് ചോക്ലേറ്റ് ബട്ടർ ക്രീം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ സാധാരണ കൂടുതലും ഞാൻ വിപ്പിംഗ് ക്രീം കേക്ക്സ് ആണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതൊന്ന് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ വീഡിയോ എടുത്തതാണ്. ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ വിചാരിച്ചു. ഇവിടെ ഒരു 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് സീവ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു 100 ഗ്രാംസ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടെ ഒന്ന് അരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ക്ലീൻ ബൗൾ എടുക്കാം. നനവോ ഒന്നും ഇല്ലാത്തൊരു ബൗൾ എടുക്കണം. അതിലേക്ക് ഒരു 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളതാണ് എടുക്കുന്നത്. അതിലേക്ക് ഒരു 100 ഗ്രാംസ് ഷുഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ തെറിച്ച് പോവും. അതിനുവേണ്ടി നമുക്ക് ഒന്നുകൂടെ സൈഡ്സിലുള്ളതൊക്കെ ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ ഓരോ മുട്ടയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതിനുശേഷം നമ്മൾ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് പാർട്ടായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇവിടെ ഒരു സ്പാച്ചുലയും കൂടെ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓവർ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ എല്ലാം മിക്സ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുകയും വേണം. ഇനി ഞാനിവിടെ റെഡിയാക്കി വെച്ച ബേക്കിംഗ് ടിന്നിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പം 5 or 6 ഇഞ്ച് ബേക്കിംഗ് ടിന്നിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഫ്ലോയിങ് കൺസിസ്റ്റൻസി അല്ലാത്തതുകൊണ്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കേണ്ടി വരും. നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 165 ഡിഗ്രീസിൽ 30 or 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് നോക്കിയിട്ട് ബേക്ക് ചെയ്താൽ മതി. ബേക്ക് ആവുന്ന ടൈം കൊണ്ട് നമുക്ക് ബട്ടർ ക്രീം ഐസിങ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു 150 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ റൂം ടെമ്പറേച്ചറിൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കാം. ഇതിലേക്കൊരു 240 ഗ്രാം ഐസിങ് ഷുഗറാണ് ചേർക്കുന്നത്. ഇതുപോലെ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പം മധുരം ഒരുപാട് വേണ്ടാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടെ കുറയ്ക്കാം. ഇനി ഇതുപോലെ ഒന്ന് സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്തതിന് ശേഷമാണ് ബീറ്റർ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ തെറിച്ച് പോകും. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ പാല്, തിളപ്പിച്ച് ചൂടാറിയ പാല് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ബട്ടർ ക്രീം ഐസിങ്ങിൻ്റെ കളറ് ലൈറ്റ് കളറാണ്. അപ്പോൾ ഇവിടെ കൊക്കോ പൗഡറിൻ്റെ കളർ ലൈറ്റ് ആയതുകൊണ്ട് ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ ഡാർക്ക് കൊക്കോ പൗഡർ ആണെങ്കിൽ കുറച്ചുകൂടെ കളറ് കിട്ടും. അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുത്താൽ നമുക്ക് കുറച്ചുകൂടെ ഡാർക്ക് കളർ കിട്ടും. ഇത് ഞങ്ങളുടെ നെയ്ബർ ആൻറ്റിയുടെ മോൻ പറഞ്ഞു തന്നൊരു ടിപ്പാണ്. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവും. അപ്പം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കേക്കൊക്കെ ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ക്യൂർ വെച്ച് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ബേക്കായോ ഇല്ലയോ എന്നറിയാം. അപ്പോൾ പറ്റിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അഥവാ എന്തെങ്കിലും പറ്റിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ബേക്ക് ചെയ്യാൻ വെച്ചാൽ മതിയാവേ. ഇനി നമുക്കൊരു ക്ലോത്ത് വെച്ച് മൂടി വെച്ച് ഒന്ന് തണുപ്പിക്കാൻ വെക്കാം. കേക്ക് തണുത്തതിന് ശേഷം മാത്രമേ ഡീമോൾഡ് ചെയ്യാവുള്ളൂ. ഇനി നമുക്കിവിടെ കേക്ക് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സ് നോക്കാം. അപ്പോൾ ഒരു കേക്ക് ബോർഡിലോട്ട് ഞാനിവിടെ ഡീമോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇവിടെ മുകളിലത്തെ പോർഷൻ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഒരു ഇച്ചിരി ഹാർഡായിരിക്കും ആ പോർഷൻ, അതുകൊണ്ട് ഞാനതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മുടെ കേക്ക് കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ബാക്കിയുള്ള ഭാഗം 2 ലെയേഴ്സാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം 5 ഇഞ്ച് കേക്കിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഹൈറ്റ് കിട്ടും. അപ്പോൾ 3 ലെയേഴ്സാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ 2 ലെയേഴ്സായിട്ട് എടുക്കുന്നുള്ളൂ. ഇനി കേക്ക് അറേഞ്ച്മെൻറ്റ് നോക്കാം. അപ്പോൾ ആദ്യം കേക്ക് ബോർഡിലേക്ക് കുറച്ച് ബട്ടർ ക്രീം ഐസിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്കൊന്ന് മിസ്പ്ലേസ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ സൈഡ്സിലൊക്കെ ബട്ടർ പേപ്പർ കട്ടാക്കി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ വിപ്പിംഗ് ക്രീം കേക്ക്സ് പോലല്ല, ബട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബോർഡേലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എഫേർട്ട് ഇച്ചിരി കുറയും. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഐസിങ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി അതിൻ്റെ മുകളിലോട്ട് നെക്സ്റ്റ് ലെയറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് പിന്നെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് മൊത്തം കവർ ചെയ്തതിന് ശേഷം നമുക്ക് ആ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ ഗ്യാപ്സ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ കെയർഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും, ബോർഡിൽ പറ്റാത്ത പോലെ. ഇപ്പോൾ കേക്ക് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കേണ്ട ആൾക്കാർക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഹാഫ് ആൻ അവറെങ്കിലും സെറ്റ് ചെയ്തിട്ട് ഗനാഷ് ഒഴിച്ച് കൊടുത്താൽ മതിയാകും. ഇവിടെ എനിക്ക് ടൈം അത്രയും മതിയായില്ല, അതുകൊണ്ട് ഞാൻ ഗനാഷ് ഒഴിച്ച് കൊടുക്കാൻ നിന്നില്ല. ഇനി ബാക്കിയുള്ള ബട്ടർ ക്രീം ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് നോസിൽ യൂസ് ചെയ്തിട്ട് റോസറ്റ് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി താഴെയും ഇതുപോലത്തെ ഡിസൈന് കൊടുക്കുന്നുണ്ട്.
വളരെ സിമ്പിൾ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. നടുക്കൊരു ചോക്ലേറ്റ് ഷോട്ട്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ ഫ്ലവറിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ചോക്കോ ചിപ്സും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് സെറ്റായതിന് ശേഷം നെക്സ്റ്റ് ഡേക്കാണ് കൂടുതലും ടേസ്റ്റ് തോന്നിച്ചത്. ഇത് ഡയറക്റ്റ് ഫ്രിഡ്ജിലേക്ക് ഇങ്ങനെ വെക്കുന്നതിനെക്കാട്ടിലും ബോക്സിലാക്കി വെക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവും. സാധാരണ വിപ്പിംഗ് ക്രീം കേക്ക്സ് പോലെയല്ല, ബട്ടർ ക്രീം കേക്ക് ഹാർഡുമാവും ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ. അപ്പം നമുക്ക് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് റൂം ടെമ്പറേച്ചർ ആയതിന് ശേഷം മാത്രം സെർവ് ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ കേക്ക് ഹാർഡായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ്ങിന് ഒരു 1 or 2 hours മുമ്പെങ്കിലും പുറത്ത് എടുത്ത് വെച്ചതിന് ശേഷം മാത്രം കേക്ക് കട്ട് ചെയ്താൽ മതിയാവും. ഇവിടെ അപ്പം കേക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ മക്കൾ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു, വെയിറ്റ് ചെയ്ത് ടേസ്റ്റ് നോക്കാൻ വേണ്ടി. അപ്പോൾ അവരെത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇതിപ്പോൾ വേറെ ഒരു കേക്ക് ചോക്ലേറ്റ് ഗനാഷ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തതിൻ്റെ കാണിച്ചതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ. താങ്ക്